ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ അല്ല. അപ്പോൾ ഇന്നലെ ഫ്രൈഡേ ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേനും ഒരു 7:30 8 ഒക്കെ ആയപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ പുറത്ത് പോയ വിശേഷങ്ങളും നമ്മുടെ പുറത്ത് പോയി നമ്മുടെ ഒരു ചെറിയ ഫുഡടി പരിപാടിയും അങ്ങനെ നമ്മുടെ കുറച്ച് കൊച്ചു കുട്ടികളുടെയും നമ്മുടെ കുറച്ച് കൊച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു വീക്കെൻഡ് ഫ്രൈഡേ ഔട്ടിംഗ് വ്ളോഗ് എന്നൊക്കെ പറയാം. അങ്ങനെ ടൈം എന്ന് പറയുന്നത് ഒരു 8 മണിയോട് കൂടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ദൂരേക്കോ അതുപോലെ തന്നെ വലിയ പരിപാടികളോ ഒന്നുമില്ല. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോന്നു, ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു വളരെ ചെറിയ ഒരു ഗ്രോസറി പർച്ചേസ്, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, വളരെ ചെറിയ ഒരു മിനി പർച്ചേസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഷക്ലാൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ നമുക്ക് വേണ്ട കൊച്ചു സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഞാൻ പർച്ചേസ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു. ഫ്രൂട്ട്സായിട്ടും വെജിറ്റബിൾസായിട്ടും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ വർസാനിലാണ് താമസിക്കുന്നത്. അപ്പോൾ വർസാൻ്റെ തൊട്ടടുത്ത് സിലിക്കൺ ഒയാസിസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ സിലിക്കൺ ഒയാസിസിലുള്ള സിലിക്കൺ സെൻട്രൽ മാളിലാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മാളെന്ന് പറയുന്നത് സിലിക്കൺ സെൻട്രൽ മാളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലുലു, ബാർബിക്യൂ നേഷൻ, അങ്ങനെ ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ദുബായിൽ തന്നെ ഏറ്റവും വലിയ ലുലു മാള് ഇതിൻ്റെ ഉള്ളിൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും ഈ ചിക്കിങ് KFC എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. എന്നാൽ ചിക്കിങ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ മാളുകളിലും ഒന്നും അത്ര ഈസിലി അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ചിക്കിങ് കഴിക്കാൻ തോന്നുമ്പോഴത്തേനും നമ്മൾ വരുന്നത് ഈ ഒരു സിലിക്കൺ സെൻട്രൽ മാളിലേക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി എങ്ങാണ്ടോ പാർക്ക് ചെയ്യാണ്. അപ്പം ഞാനും മക്കളും കൂടി മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് നമ്മളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ചിക്കിങ്ങിൽ നിന്ന് ഇന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചായി നമ്മൾ ചിക്കിങ് കഴിച്ചിട്ട്. അപ്പോൾ ചിക്കിങ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കിങ്ങിലെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നതിനേക്കാളും ചിക്കിങ്ങിലെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിക്കിങ്ങിലെ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുമല്ല, ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിൻ്റർ ഓഫേഴ്സും അങ്ങനെ വിൻ്റർ കോംബോ ഓഫർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ചിക്കിങ്ങിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡിനുള്ള ഓർഡറൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പൈസി ഫ്രൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കോംബോയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് കോൾസ്ലോ സാലഡാണ്. അപ്പോൾ ഒരു ചെറിയ കോൾസ്ലോ സാലഡ് ഇതിൻ്റെ കൂടെ ഈ കോംബോയുടെ കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ, എനിക്ക് കോൾസ്ലോ സാലഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപ്പോൾ വലിയൊരു ബൗള് കോൾസ്ലോയും കൂടി ഓർഡർ ചെയ്തു. പിന്നെ ഇതൊക്കെ നമ്മുടെ വിൻ്റർ ഓഫേഴ്സിൽ പെട്ട ആ ഒരു വിൻ്റർ കോംബോ ഓഫേഴ്സിൽ പെട്ടതാണ്. 2 ടൈപ്പ് പിസ്സ. അപ്പം ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ബാർബിക്യൂ ചിക്കൻ പിസ്സയും, ഒരെണ്ണം എന്ന് പറയുന്നത് ഹവായി ചിക്കൻ പിസ്സ. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. 5 ചിക്കൻ സ്ട്രിപ്സും അതുപോലെ തന്നെ 5 ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട്, സാറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ചായിട്ട് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞാൻ ആദ്യം വെച്ചത് നമ്മുടെ ബാർബിക്യൂ പിസ്സയാണ്. ഇതാണ് നമ്മുടെ ഹവായി പിസ്സ. ചെറിയ എന്താണ് ഫ്രൂട്ട്സിൻ്റെ ചെറിയ, അതായത് പൈനാപ്പിളിൻ്റെയൊക്കെ വളരെ ചെറിയ 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 പീസസ് വന്നിട്ട് ചിക്കനൊക്കെ വന്നിട്ട് കുറച്ച് നല്ല ടേസ്റ്റാണ്. നല്ല എനിക്ക് പിസ്സകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ ഒരു ബാർബിക്യൂ പിസ്സയും അതുപോലെ തന്നെ ഈ ഒരു ഹവായി പിസ്സയുമാണ്. അപ്പം നമുക്ക് 2 എണ്ണം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട 2 എണ്ണത്തിൽ ഓരോന്ന് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സാധാരണ വീക്കെൻഡ് ആകുമ്പോഴത്തേനും ഫ്രൈഡേയ്സിലും സാറ്റർഡേയ്സിലൊക്കെയാണ് ഒന്ന് പുറത്ത് പോകുന്നത്. ബാക്കി വീക്ക് ഡേയ്സിലും നമ്മൾ ആവശ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പുറത്തിറങ്ങാറില്ല. സൺഡേയ്സിലും ഇപ്പോൾ അങ്ങനെ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാര്യം എന്താ വെച്ചാൽ അതിരാവിലെ ഡെസേർട്ട് ഡ്രൈവിന് പോകും. പിന്നെ ഞാൻ മെയിനായിട്ട് സാറയുടെ ഹോംവർക്കും സാറയുടെ പഠിപ്പിക്കലും ഇരിക്കലും എല്ലാം മെയിനായിട്ട് സൺഡേയ്സിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേയ്സിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് നമ്മൾ മാക്സിമം സൺഡേയ്സിൽ പുറത്തിറങ്ങാതെ മാക്സിമം നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രൈഡേ ഈവനിങ്ങോ ഒരു സാറ്റർഡേ ഈവനിങ്ങിലോ ഒക്കെയാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ അത്യാവശ്യം ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പൊക്കെ നല്ല രീതിയിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തണുപ്പും അല്ല ചൂടും അല്ല, രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. പിന്നെ ഞാൻ ഓരോ പിസ്സയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സ്പൈസി ഫ്രൈസും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ 1-2 ഫ്രൈഡ് ചിക്കനും കുറച്ച് കോൾസ്ലോ സാലഡും എടുത്തു. എനിക്ക് ഈ ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ കോൾസ്ലോ മാത്രമാണ് ഇഷ്ടം. ഈ മയണൈസ് അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഈ വക ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും ഇത് തന്നെയാണ് പരിപാടി. വളരെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് പാഴ്സലെടുക്കലാണ് പരിപാടി. കാണുമ്പോൾ ഉള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. കഴിച്ചു തുടങ്ങുമ്പോഴത്തേനും നമ്മൾ അധികം കഴിക്കാറില്ല. അങ്ങ് എടുത്ത് പാഴ്സലാക്കി ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിലത്തേനും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാം പാഴ്സലാക്കി എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ കുറച്ച് നേരം സിലിക്കൺ സെൻട്രൽ മാളിലൂടെ ഒക്കെ ഒന്ന് നടന്നു. അപ്പം നടക്കുന്ന വഴിയിൽ നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ട് ഒരു ട്രെയിൻ കണ്ടു. ഇത് മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ കാണിച്ച് ഇരിക്കുകയാണ്. കാരണം എന്തോ 25 ദിറംസ് എങ്ങാണ്ട് പേ ചെയ്യുമ്പോഴത്തേനും മാളിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ കയറിയിരുന്ന് പോവാം. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം സാറയുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഹോബിയാണ് പാട്ടിട്ട് ഡാൻസ് കളിക്കുക എന്നുള്ളത്. അങ്ങനെ അവൾ വീട്ടിലെത്തിയതിന് ശേഷം പാട്ടിട്ട് തരാമോ ചോദിച്ചു. അങ്ങനെ പാട്ടിട്ട് കൊടുത്തു. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം കുറേ നേരം ആ പാട്ടും കേട്ട് കുറേ നേരം ഡാൻസും കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ കിടന്നതൊക്കെ. കുറച്ച് നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നോർമലി ഞാനിടുന്നത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ പതിവിന് വിപരീതമായിട്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കൊച്ചുങ്ങളുമായിട്ട് നമ്മൾ ഫ്രൈഡേ ഈവനിങ് ഒന്ന് പുറത്ത് പോയി നമ്മുടെ കൊച്ച് വീക്കെൻഡ് ഔട്ടിങ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ നമ്മൾ ഒന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങാറുണ്ട് ഏതെങ്കിലും ഒരു മാളിലൂടെയോ. അതുപോലെ തന്നെ ക്ലൈമറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഔട്ട്ഡോർ പിടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ നമ്മുടെ ഫുഡടി പരിപാടിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ മാൾ വിസിറ്റും ഒക്കെയായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സാറ തകർത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് തകർത്ത് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസ് കളിയാണ്. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ടും കാര്യങ്ങളും ഒന്നും പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വോയിസ് ഓവറിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ അടുത്ത എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.